ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ബിഗോണിയ പ്ലാന്റാണ്, അത് പോട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും എൻ്റെ ബിഗോണിയ കണ്ടിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്നു, എങ്ങനെയാണ് നടന്നേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മിക്ക ആൾക്കാരുടെ ഒരു ഇതാണ് സംശയമാണ്, എല്ലാവരുടെയും ബിഗോണിയ ഇഷ്ടപ്പെട്ടതിൻ്റെ ലീഫ് കൊണ്ട് വാങ്ങിച്ചു വയ്ക്കും, ഫുള്ളും അഴുകി പോകണമെന്നാണ് പറയണത്. അപ്പം ഇതുപോലൊക്കെ ഒന്ന് പോട്ട് ചെയ്താൽ പ്ലാന്റ് ഒന്നും ചെയ്യില്ല, നല്ലതായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഞാൻ ഒരു തൈ മണലിൽ ആണ് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് വളമുള്ള പോട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കണം. ഇതിൽ കൂടെ വലിയൊരു പോട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് കരിയുടെ പീസാണ് ഇട്ടിട്ടുള്ളത്. കോട്ടിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണലാണ്, കുറച്ച് കൂടുതൽ നമുക്ക് മണൽ വേണം. മണൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. മണ്ണ് ഇത് കുറച്ച് സാധാ മണ്ണ് കുറച്ചെടുത്തിട്ടുണ്ട്. അല്പം ചാണകപ്പൊടി, ഇത് സാഫ് നിർബന്ധമായിട്ട് ഇതിൽ ചേർക്കണം. ഇത് നമ്മൾ പെർലൈറ്റ്, ഇത് വെള്ളം ഓവറായിട്ടുള്ള ജലാംശമൊക്കെ പിടിച്ച് ചേർത്താനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പം ഞാൻ ഇതും കൂടെ ഉപയോഗിക്കും, നിർബന്ധമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു വളം കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഈ വളമാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇത്ര മാത്രം മതി ഒരു ചെടിക്ക് നമുക്ക് പോട്ട് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ കൂടെ ഇട്ട് മണ്ണിൽ കൂടെ ഇട്ട് നമ്മൾ വാസാക്കോട്ട വളവനെ മണ്ണിൽ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെ പോട്ടിൽ 3/4 നമ്മൾ പോട്ടെ മിക്സ് ചെയ്ത് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിഗോണിയ എടുത്ത് ഇതിൽ നട്ട് കൊടുക്കാം. അതിൻ്റെ മണ്ണ് ഒരുപാട് കളഞ്ഞിട്ടില്ല, കുറച്ച് മണലും കൂടെ അതിൻ്റെ വെച്ചിട്ടുണ്ട്. ആ പോട്ട് മിക്സ് മൊത്തം കളഞ്ഞിട്ടില്ല. ഇനി ഇതും കൂടെ ബാക്കി കൂടെ ഇട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഈ പോട്ട് മിക്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ബിഗോണിക്ക് വെള്ളം കെട്ടി നിൽക്കാതെ നല്ല വെള്ളം പെട്ടെന്ന് അങ്ങ് വാർന്നു പോകും. അങ്ങനത്തെ പോട്ട് മിക്സാണ് നമുക്ക് ബിഗോണിക്ക് കൊടുക്കാനുള്ളത്. ചെളി കെട്ടണ പോട്ട് മിക്സിൽ വയ്ക്കുമ്പോൾ നമ്മളെ ബിഗോണിയ പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെ നേരിട്ട് വെള്ളം വീഴുന്ന ഭാഗത്തും നമ്മളെ ബിഗോണിയ വയ്ക്കാൻ പാടില്ല. നേരിട്ട് വെയിൽ കൊള്ളണ ഭാഗത്തും വയ്ക്കാൻ പാടില്ല. രാവിലത്തെ ചെറിയ വെളിച്ചം, ഒരു 10 മണിക്ക് അകത്തൊക്കെ ഉള്ള ഒരുപാടുള്ള വെയിലടിക്കുമ്പോൾ ഇലയെല്ലാം സൈഡെല്ലാം പൊള്ളി ചുരുണ്ട് പോവും, കരിഞ്ഞു പോവും, ഉണങ്ങിപ്പോവും. അതുകൊണ്ട് ചെറിയ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത്, ഷെയ്ഡ് ഭാഗത്താണ് ഈ ബിഗോണിയ വയ്ക്കാനുള്ളത്. അത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് ഈ പ്ലാന്റ് നല്ല ലീഫ് നല്ല ഹെൽത്തി ആയിട്ടും നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ബിഗോണിയയിൽ വരണ ഫ്ലവർ വരണത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിതിന് ഫ്ലവറിൻ്റെത് ആവശ്യമില്ല. ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ നമുക്കുള്ള ചെടി ഈ പ്ലാന്റ്സ് അത്ര ഹെൽത്തി ആയിട്ട് വരില്ല. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ ഫ്ലവർ വരണത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. പിന്നെ ഇതിന് വളമായിട്ട് കൊടുക്കാതെ നമ്മളിപ്പോൾ ഇട്ട വാസാക്കോട്ട വളം 3 മാസം വരെ ഇതിൽ നിൽക്കും. അത് പയ്യെ ഇതിലോട്ട് മണ്ണിലോട്ട് ഈ ചെടിയിലോട്ട് ആവുള്ളൂ, അലിഞ്ഞ് ചേരുള്ളൂ. അതുകൊണ്ടാണ് ഒരല്പം ചാണകപ്പൊടി കൂടെ ചേർത്തിട്ടുള്ളത്. ചിലർ ചാണകപ്പൊടി ഇടില്ല, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോഴും പോട്ട് ചെയ്യണം. എൻ്റെ എല്ലാ ബിഗോണിയും നല്ലതായിട്ട് പിടിച്ച് കിട്ടും. ഇങ്ങനെ നടുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നും വെള്ളം ഒരു നേരം നമ്മളെന്നും ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വാടി അങ്ങ് തളർന്നു പോവും. മഴയുള്ളപ്പോൾ മാത്രം 1.5 ഒഴിക്കും, അല്ലെങ്കിൽ എന്നും ഞാൻ ഒഴിച്ചു കൊടുക്കും. പിന്നെ മഴയൊന്നും കൊള്ളാത്ത സൈഡിൽ തന്നെയാണ് വെച്ചേക്കണത്. പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് NPK, അത് മറ്റുള്ള ചെടിയൊക്കെ ഞാൻ എപ്പോഴും സ്പ്രേ ചെയ്യാൻ എടുക്കുമ്പോഴും ഈ ലീഫിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എൻ്റെ ചുവട്ടിലൊന്നും ഒഴിച്ചു കൊടുക്കില്ല, എൻ്റെ ലീഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ആ ചാണകത്തിൻ്റെ തെളി അതും നമ്മൾ ഇരട്ടി വെള്ളത്തിൽ ആക്കിയിട്ട് നമ്മളതും ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ പുതിയ തൈകൾ ഇങ്ങനെ മുളച്ച് പൊട്ടി വരും. അതിനെ അതിനെ നമുക്ക് നമുക്ക് പോട്ടിയെ മാറ്റി വയ്ക്കാൻ തയ്യാക്കി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്കെടുക്കാം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ ഗിവ് അവേ ആരും മറക്കരുത്. എല്ലാ വീഡിയോയിലും പറയണതാണ്, നമ്മൾ ഫസ്റ്റും സെക്കൻഡും ഓർക്കിഡാണ് കൊടുക്കണം. നമ്മളെ ഡെൻഡ്രോഫിയവും നമ്മളെ സാധാ ഗ്രൗണ്ട് ഓർക്കിഡും ആണ് ഫസ്റ്റ് സെക്കൻഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.